പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സത്യം പറഞ്ഞാൽ വളരെ ഞെട്ടലോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. കാരണം ഞാൻ ഈ കഴിഞ്ഞ 1-2 ദിവസങ്ങൾക്കുള്ളിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ CPMൻ്റെ ഒരു നിയമസഭാ സാമാജികൻ്റെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ചിട്ട് ഒന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ആ പരിശോധന കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആകെ സ്തംഭിച്ചു പോയി എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. കാരണം പറയത്തക്ക ജോലിയൊന്നുമില്ലാത്ത എന്ന് പറഞ്ഞാൽ ജോലിയില്ലാത്ത എന്നുള്ള ആളല്ല, ആ നിയമസഭാ സാമാജികൻ ഒരു അഭിഭാഷകനാണ്. പക്ഷേ അഭിഭാഷകൻ്റെ സ്വത്തിൻ്റെ അളവിലുണ്ടായിട്ടുള്ള ഒരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ എന്നെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം അദ്ദേഹം അഭിഭാഷകനാണെങ്കിൽ പോലും അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കേസൊന്നും വാദിച്ച് ജയിച്ചായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ വല്ല കേസുകളൊക്കെ അദ്ദേഹം വാദിച്ചിട്ടുണ്ടാവാം. പക്ഷേ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള സ്വത്തിൻ്റെ അളവുമായി തട്ടിച്ച് നോക്കുമ്പോൾ അതിനനുസൃതമായിട്ടുള്ള പ്രഗത്ഭനോ ആയിട്ടുള്ളൊരു വക്കീലൊന്നും ആയിരുന്നില്ല, അഭിഭാഷകനൊന്നും ആയിരുന്നില്ല ഈ നിയമസഭാ സാമാജികൻ. എന്നാൽ പേരിന് മുമ്പിൽ അഡ്വക്കേറ്റ് എന്ന് അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ അളവിൽ കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ടായിട്ടുണ്ടായിട്ടുള്ള ഒരു കുതിച്ചു ചാട്ടം ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ എന്നെ അത്ഭുത സ്തബ്ധനാക്കിയെന്നോ അല്ലെങ്കിൽ എന്നെ ഞെട്ടിച്ച് കളഞ്ഞുവെന്നോ എന്നും പറയുന്നതിലൊന്നും എനിക്ക് യാതൊരു സംശയവുമില്ല. സുഹൃത്തുക്കളെ, ആ അഭിഭാഷകൻ അല്ലെങ്കിൽ അഭിഭാഷകനായ നിയമസഭാ സാമാജികൻ മറ്റാരുമല്ല, അദ്ദേഹത്തിൻ്റെ പേര് PV ശ്രീനിജൻ എന്നാണ്. PV ശ്രീനിജൻ. അദ്ദേഹം എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് മണ്ഡലത്തിൽ നിന്നാണ് ഈ 2021 തെരഞ്ഞെടുപ്പിൽ MLA ആയത്. സജീന്ദ്രൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ജനകീയനായിട്ടുള്ള ഒരു നേതാവിനെയാണ് അദ്ദേഹം 2000 വോട്ടിനോടെ തോൽപ്പിച്ചത്. നമുക്കറിയാം, ഇതിനു മുമ്പ് 2006 PV ശ്രീനിജൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഞാറക്കൽ മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു, അന്ന് പരാജയപ്പെട്ടു. ആ PV ശ്രീനിജൻ്റെ സ്വത്തിൻ്റെ അളവിലുണ്ടായിട്ടുള്ള കുതിച്ചു ചാട്ടത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. PV ശ്രീനിജൻ ഇപ്പോൾ വിവാദത്തിലുള്ളതെന്ന് നമുക്കറിയാം. കാരണം അദ്ദേഹം തന്നെ അപകീർത്തിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഷാജൻ സ്കറിയയ്ക്കെതിരെ കൊടുത്ത കേസിലാണ് ഷാജൻ സ്കറിയയ്ക്ക് കീഴ്ക്കോടതിയിലും ഹൈക്കോടതിയിലുമൊക്കെ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടത്. അതിനുശേഷം സുപ്രീം കോടതിയിൽ നിന്ന് നോട്ട് ടു അറസ്റ്റ് ഓർഡർ ഷാജന് കഴിഞ്ഞ 10-ാം തീയതി മറ്റേ ലഭിച്ചിരുന്നു. എന്ന് മാത്രമല്ല, ഈ PV ശ്രീനിജൻ എന്ന് പറയുന്നത് കേരളത്തിലെ പുതിയ നവോത്ഥാന നായകനും മാധ്യമങ്ങളെല്ലാം ക്ലെൻസ് ചെയ്യാൻ വേണ്ടി, എല്ലാ മാധ്യമങ്ങളെയും വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന CPMൻ്റെ പുത്തൻകൂറ്റ് നേതാവായിട്ടുള്ള PV അൻവറിൻ്റെ ഏറ്റവും അടുത്ത സഹകാരിയും സതീർത്ഥ്യനുമാണ് എന്നുള്ളത് കൂടി നമ്മൾ ഒന്നോർത്തോണം. ഞാൻ ശ്രീനിജനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം ഈ വിശദാംശങ്ങളും നോക്കിയപ്പോഴാണ് ഞാൻ ആകെ ഞെട്ടിപ്പോയത്. 2003 മുതൽ 2003 മറ്റാണ് LLB എടുക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ 20 വർഷമായി അദ്ദേഹം അഭിഭാഷകനാണ്. പക്ഷേ അദ്ദേഹം അഭിഭാഷക വൃത്തിയിൽ ഇങ്ങനെ കഴിവ് തെളിയിച്ചായിട്ടൊന്നും ഞാനിതുവരെ കേട്ടിട്ടില്ല. ഇനി വല്ലതും ഉണ്ടോയെന്നറിയില്ല, കേട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വത്തിലുണ്ടായിട്ടുള്ള കുതിച്ചുചാട്ടം എല്ലാവരെയും അത്ഭുതപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വത്തുമായി ബന്ധപ്പെട്ടുള്ള വിശകലനത്തിലേക്ക് ഞാൻ ഇനി ഒന്ന് കടക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഗൂഗിളിൽ നോക്കുമ്പോൾ ഈ PV ശ്രീനിജൻ 2006 അന്ന് അദ്ദേഹത്തിന് 30 വയസ്സേ ഉള്ളൂ. അന്ന് അദ്ദേഹം മത്സരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് 45 വയസ്സുണ്ട്. 43 വയസ്സിലാണ് അദ്ദേഹം കുന്നത്തുനാട് മത്സരം. അപ്പോൾ 2006 അന്ന് 30 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ മൊത്തം ആസ്തി എന്ന് പറഞ്ഞാൽ 4,63,000 രൂപയായിരുന്നു. 4,63,000 രൂപ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അന്ന് 5,000 രൂപ ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിന് ബാങ്ക് ഓഫ് ബറോഡ കളമശ്ശേരിയിൽ 20,000 രൂപയുടെ ആസ്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അന്ന് 3 പവൻ സ്വർണം ഉണ്ടായിരുന്നു. 3 പവൻ സ്വർണം, അത് 18,000 രൂപയായിരുന്നു അതിൻ്റെ വില. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കയ്യിൽ അന്ന് 20 പവൻ സ്വർണം ഉണ്ടായിരുന്നു. അതിൻ്റെ വില 1,20,000 രൂപയായിരുന്നു. കൃഷിഭൂമി ഒന്നും ശ്രീനിജൻ ഉണ്ടായിരുന്നില്ല. കാർഷികേതര ഭൂമി ഭാര്യയുടെ കൈവശം ഏതാണ്ട് 29.32 സെൻറ്റ് ഉണ്ടായിരുന്നു. ഏതാണ്ട് 3 ലക്ഷം രൂപയായിരുന്നു. കൊമേഴ്സ്യൽ ബിൽഡിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. IT ഇൻകം ടാക്സ് അദ്ദേഹം കൊടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ മോട്ടോർ വാഹനങ്ങളൊന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. LIC ഒന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഇതായിരുന്നു 2006 അദ്ദേഹത്തിൻ്റെ ആസ്തി കണക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടിയ കണക്ക്. ഞാനതൊന്നുകൂടി വായിക്കുകയാണ്, കാരണം നിങ്ങളുടെ മനസ്സിലൊന്നിരിക്കണം. അദ്ദേഹത്തിൻ്റെ മൊത്തം ആസ്തി 4,63,000 രൂപ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ 5,000 രൂപ ഉണ്ടായിരുന്നു. ബാങ്ക് ഓഫ് ബറോഡ കളമശ്ശേരിയിൽ 20,000 രൂപ ഉണ്ടായിരുന്നു. കയ്യിൽ 3 പവൻ സ്വർണ്ണം ഉണ്ടായിരുന്നു, 18,000 രൂപയുടെ. 20 പവൻ സ്വർണ്ണം ഭാര്യയുടെ കയ്യിലുണ്ടായിരുന്നു, അത് 1,20,000 രൂപയുടേതായിരുന്നു. കൃഷിഭൂമി ഒന്നും ഉണ്ടായിരുന്നില്ല. ഭാര്യയുടെ കയ്യിൽ 29.32 സെൻറ്റ് കാർഷികേതര ഭൂമി ഉണ്ടായിരുന്നു, അതിന് 3 ലക്ഷം രൂപ വില ഉണ്ടായിരുന്നു.
വാണിജ്യ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല, റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഇൻകം ടാക്സ് അദ്ദേഹം കൊടുത്തിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹത്തിന് വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് LIC പോളിസി ഇതുപോലെയൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നു 2006 ശ്രീനിജൻ എന്ന് പറഞ്ഞ ഈ വ്യക്തിയുടെ ആസ്തി. അന്ന് അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. ഞാനത് അന്വേഷിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ വളരെ ദരിദ്രമായിട്ടുള്ളൊരു കുടുംബം, അച്ഛൻ്റെ പേര് വാസു എന്നാണ്, വളരെ പരമദരിദ്രം എന്ന് പറഞ്ഞാൽ വളരെ ദരിദ്രമായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന പിന്നോക്കക്കാരനായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവായിരുന്നു ശ്രീനിജൻ 2006. ഇനി സുഹൃത്തുക്കളെ, ഞാൻ 2021 PV ശ്രീനിജൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച തൻ്റെ വരവ് ചെലവ് കണക്കുകളിലെ ചില സ്തോഭജനകമായിട്ടുള്ള, ചില ഞെട്ടിക്കുന്ന, ചില ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നമ്മളെയൊക്കെ ഷെൽ ഷോക്ക്ഡ് ആകുന്ന അയാളുടെ അയാളുടെ സ്വത്തിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന വളർച്ച, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോവുകയാണ്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് 2021 അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ്. ആ അഫിഡവിറ്റ് പ്രകാരം PV ശ്രീനിജൻ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 8,71,000 രൂപ അദ്ദേഹം ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ട്. 8,71,000 രൂപ. അദ്ദേഹത്തിൻ്റെ ഭാര്യ KB സോണി, അവർ 7,94,000 രൂപ അവർ ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2019-20 മുതൽ പുറകോട്ടുള്ള 5 വർഷക്കാലം ശ്രീനിജനും ഭാര്യയും കൂടെ ചേർന്ന് ഏതാണ്ട് 15 ലക്ഷത്തോളം രൂപ ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിൽ പറയുന്നത് ശ്രീനിജൻ പ്രാക്ടീസിങ് അഡ്വക്കേറ്റ് ആണെന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യ KB സോണി പബ്ലിക് പ്രോസിക്യൂട്ടറാണ് എന്നും പറഞ്ഞത്. അപ്പോൾ അവർക്ക് ശമ്പളത്തിൻ്റെ വരുമാനമുണ്ട്, മറ്റദ്ദേഹം പ്രാക്ടീസിങ് അഡ്വക്കേറ്റ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി കഴിഞ്ഞ 5 വർഷം 15 ലക്ഷം രൂപ ഇൻകം ടാക്സ് ആയിട്ട് കൊടുത്തു. ഇനി ശ്രീനിജൻ്റെ കയ്യിൽ ഇപ്പോൾ 25,000 രൂപയുണ്ട്. 25,000 രൂപ അദ്ദേഹത്തിന് 7 ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ട്. 7 ബാങ്ക് അക്കൗണ്ടുകൾ, അതായത് ഇൻഡസ്ഇൻഡ് ബാങ്ക്, HDFC ബാങ്ക്, IDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ആ ബാങ്കുകളിലായി അദ്ദേഹത്തിന് 7 ബാങ്ക് അക്കൗണ്ടുകൾ അദ്ദേഹത്തിനുണ്ട്. ഈ ബാങ്ക് അക്കൗണ്ടുകളിലായി 61,45,464 രൂപയാണ് അദ്ദേഹത്തിന് ബാങ്ക് അക്കൗണ്ടുകളിലായിട്ട് ഉള്ളത്. 7 ബാങ്ക് അക്കൗണ്ടുകളിലായി 61,45,000 രൂപ. നേരത്തെ ഞാനത് നേരത്തെ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ അദ്ദേഹത്തിന് ഒരു ബാങ്ക് അക്കൗണ്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ബാങ്ക് അക്കൗണ്ടിൽ 20,000 രൂപയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇൻകം ടാക്സ് കൊടുത്തിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹവും ഭാര്യവും കൂടി തന്നെ 15 ലക്ഷം രൂപ ഇൻകം ടാക്സ് കൊടുക്കുന്നു. അദ്ദേഹത്തിന് അന്ന് ഒരു ബാങ്ക് അക്കൗണ്ടിൽ 20,000 രൂപയാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 7 ബാങ്ക് അക്കൗണ്ടുകളിലായി 61,45,464.18 രൂപയാണ് ബാങ്ക് അക്കൗണ്ടുകളായി ഉള്ളത്. അദ്ദേഹത്തിന് മാത്രമാണ് 61 ലക്ഷം, കേട്ടോളണം. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് 4 ബാങ്ക് അക്കൗണ്ടുകളിലായി 8,49,000 രൂപയും കൂടി ഉണ്ട്. 8,49,000 കൂടി. അപ്പോൾ ശ്രീനിജനും ഭാര്യയ്ക്കും കൂടെ ചേർന്ന് ബാങ്ക് അക്കൗണ്ടുകളിൽ മാത്രം 69,95,000 രൂപയുണ്ട്. 95,000 രൂപയുണ്ട്. ഇനി അവിടെയും തീരുന്നില്ല. മകൾ കീർത്തന എസ് നിജിന് 26 ലക്ഷം, ഹൃതിക എസ് നിജിൻ 5,15,000. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും കൂടി 31,60,412 രൂപ 2 മക്കൾക്ക് മാത്രം. അച്ഛനും അമ്മയ്ക്കും കൂടി 69,95,000 രൂപ. അപ്പോൾ 69 ലക്ഷവും 31 ലക്ഷവും കൂടി ചേരുമ്പോഴത്തേക്കും അതായത് ഏതാണ്ട് 1 കോടി രൂപയോളം ശ്രീനിജനും ഭാര്യയ്ക്കും മക്കൾക്കുമായി ഇന്ന് 2021 ബാങ്കിലുള്ളപ്പോൾ 2006 ശ്രീനിജന് ആകെ ഒരേ ഒരു ബാങ്ക് അക്കൗണ്ടിൽ വെറും 20,000 രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. ശ്രീനിജൻ്റെ മകൾ കൃതിക, ഇപ്പോൾ ശ്രീനിജന് 45 വയസ്സെന്ന് പറയുമ്പോഴത്തേക്കും മകൾ കട്ടിച്ച് പ്രായപൂർത്തിയായിട്ടുണ്ടാവും. അവരുടെ പേരിൽ 26 ലക്ഷം രൂപ കിടക്കുക. അപ്പോൾ 1 കോടി രൂപയോളം ബാങ്ക് അക്കൗണ്ടിൽ. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കാം. അതായത് ഷെയർ, മ്യൂച്വൽ ഫണ്ട്, LIC പോളിസി, അതിലൊക്കെ എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ PV ശ്രീനിജനും ഭാര്യയ്ക്കും കൂടി 19,81,156 രൂപയാണ് ഇൻവെസ്റ്റ്മെൻറ്റിലുള്ളത്.
അതായത് പിന്നെ ക്യാപിറ്റൽ മ്യൂച്വൽ ഫണ്ട്, LIC പോളിസി, മാക്സ് ലൈഫ് ഇൻഷുറൻസ് പോളിസി, സഹ്യാദ്രി എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് കമ്പനിയിലുള്ള 80,000 രൂപയുടെ ഷെയർ ഉൾപ്പെടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ 19,81,156 രൂപ. ഇൻവെസ്റ്റ്മെൻറ്റിലൊന്നും 2006 ശ്രീനിധൻ ഒറ്റ നയാ പൈസ പോലും ഉണ്ടായിരുന്നില്ല. ഇനി LIC പോളിസിയിൽ ഭാര്യയ്ക്ക് 5,77,000 രൂപ. അതും കൂടി നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ കണ്ടോണം. അപ്പോൾ 19,81,100 കൂട്ടത്തിൽ പിന്നെ ഏതാണ്ട് 5 ലക്ഷം, 10,24 ലക്ഷം, ഏതാണ്ട് 1/4 കോടിയോളം രൂപ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുമുണ്ട്. 1 കോടി രൂപ ബാങ്കിലുണ്ട്. ഇനി അടുത്തത് വാഹനത്തിൻ്റെ കാര്യമാണ്. 2006 ഒരു വാഹനം പോലും ശ്രീനിധൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ 2021 ആയപ്പോൾ 2 വാഹനങ്ങൾ ശ്രീനിധനുണ്ട്. ഒരു വാഹനം ശ്രീനിധനും ഒരു വാഹനം ശ്രീനിധൻ്റെ ഭാര്യയ്ക്കും. ശ്രീനിധൻ്റെ കയ്യിലുള്ളത് 2018 വാങ്ങിയ ഒരു മുന്തിയ വാഹനമായിട്ടുള്ള റേഞ്ച് റോവർ, ഏറ്റവും മുന്തിയ വാഹനങ്ങളിലൊന്നാണ്. ആ റേഞ്ച് റോവറാണ് ശ്രീനിധൻ എന്ന് പറഞ്ഞ ഈ കേസില്ലാ വക്കീലെന്ന് ഞാൻ പറയുമ്പോൾ അവിടെ എവിടെയൊക്കെ എന്തെങ്കിലും 2 കേസ് കാണും. ഈ വക്കീലിനുള്ളത് 44 ലക്ഷം രൂപ വിലയുള്ള ഒരു റേഞ്ച് റോവറാണ് അദ്ദേഹത്തിനുള്ളത്. 2018 വാങ്ങിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ KB സോണി 2019 ഒരു വാഹനം വാങ്ങിച്ചു. അത് ഇന്നോവയാണ്. അതിൻ്റെ വില 23,80,000 രൂപ. അപ്പോൾ 2006 ഒരു വാഹനവും ഇല്ലാതിരുന്ന PV ശ്രീനിധന് 2029 ആയപ്പോൾ ശ്രീനിധനും ഭാര്യയ്ക്കും റേഞ്ച് റോവർ ഇന്നോവയും കൂടെ ചേർന്ന് 67,80,000 രൂപയുടെ വാഹനങ്ങൾ അവിടെയുണ്ട്. ഇനി അടുത്തത് സ്വർണത്തിൻ്റെ കണക്കാണ്. സ്വർണം എന്നുള്ള നിലയിൽ 2006 ശ്രീനിധനും ഭാര്യയ്ക്കും കൂടെ ഉണ്ടായിരുന്നത് 23 പവൻ സ്വർണ്ണമാണ്. 23 പവൻ സ്വർണം, അതായത് 1,38,000 രൂപ വില വരുന്ന 23 പവൻ സ്വർണ്ണമാണ് ഈ ശ്രീനിധനും ഭാര്യയ്ക്കും 2006 ഉണ്ടായിരുന്നതെങ്കിൽ 2021 ശ്രീനിധനും ഭാര്യയ്ക്കും മക്കൾക്കും കൂടെ ചേർന്ന് 275 പവൻ സ്വർണം അവരുടെ കയ്യിലുണ്ട്. അതായത് 92,40,000 രൂപ വിലയുള്ള 275 പവൻ സ്വർണം ഈ ശ്രീനിധൻ എന്ന് പറഞ്ഞ MLA യുടെ കയ്യിലുണ്ട്. 2016 എത്രയാണ് ഉണ്ടായിരുന്നത്? 23 പവൻ സ്വർണം. അതിൽ ശ്രീനിധൻ്റെ കയ്യിൽ 75 പവൻ സ്വർണം, 25,20,000 രൂപ വിലയുള്ളത്. ശ്രീനിധൻ്റെ ഭാര്യയുടെ കയ്യിൽ 100 പവൻ്റെ സ്വർണം, 33,60,000 രൂപ വിലയുള്ളത്. ശ്രീനിധൻ്റെ മകളുടെ കയ്യിൽ 50 പവൻ്റെ സ്വർണം, 16,80,000 രൂപ. ശ്രീനിധൻ്റെ അടുത്ത മകളുടെ കയ്യിൽ 50 പവൻ്റെ സ്വർണം, 16,80,000 രൂപ. ആലോചിച്ച് നോക്കാം നമ്മൾ. അതായത് 2006 23 പവനും 2021 ആയപ്പോൾ 275 പവനും. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി ഗ്രോസ് വാല്യൂ, മൊത്തത്തിൽ ഇതിൻ്റെ എല്ലാം കൂടി ഗ്രോസ് വാല്യൂ 3,29,17,684 രൂപയാണ് ഇതിൻ്റെ ടോട്ടൽ ഗ്രോസ് വാല്യൂ. അതായത് ശ്രീനിധൻ, ഭാര്യ, മക്കൾ, അവരുടെ കയ്യിലുള്ള ഈ പറഞ്ഞതുപോലെ ബാങ്ക് അക്കൗണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ്, സ്വർണം, വാഹനം, ഇതിൻ്റെ എല്ലാം കൂടെ വില നോക്കുമ്പോഴത്തേക്ക് 3,29,17,684.34 രൂപ. അതാണ് ആ കണക്ക്. അവിടെ നിൽക്കട്ടെ. ഇനി ഭൂമിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ട്. അഗ്രികൾച്ചർ ലാൻഡ്, നോൺ അഗ്രികൾച്ചർ ലാൻഡ്, റെസിഡൻഷ്യൽ ബിൽഡിങ്, കൊമേഴ്സ്യൽ ബിൽഡിങ്, ഇതുപോലുള്ള കാര്യങ്ങൾ. ഇതൊന്നും അദ്ദേഹത്തിന് 2006 ഉണ്ടായിരുന്നില്ല. 2006 കണക്കുകൾ പ്രകാരം കൊമേഴ്സ്യൽ ബിൽഡിംഗ് ഇല്ല, അഗ്രികൾച്ചർ ലാൻഡ് ഇല്ല. നോൺ അഗ്രികൾച്ചർ ലാൻഡ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ 29 സെൻറ്റ് ഉണ്ടായിരുന്നു, 3 ലക്ഷം രൂപയുടെ. അത് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഭൂമിയായിട്ട് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൊമേഴ്സ്യൽ ബിൽഡിംഗ് ഇല്ല, റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഇല്ല, ഇതൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ 2021 ആയപ്പോൾ ഉള്ള കണക്ക് നമ്മൾ കേട്ടാൽ നമ്മൾ തലേ കൈവച്ച് പോകും സുഹൃത്തുക്കളെ. അതായത് ശ്രീനിധൻ്റെ പേരിൽ തന്നെ 3,93,00,000 രൂപയുടെ കാർഷിക ഭൂമി ശ്രീനിധൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. 3,93,58,158 രൂപയുടെ അഗ്രികൾച്ചർ ലാൻഡ്. അത് കാടുകുറ്റി വില്ലേജിലും ആലങ്ങാട് വില്ലേജിലുമായിട്ടാണ് ഈ ഇതുള്ളത്. കാടുകുറ്റി വില്ലേജിൽ 113.126 ആലങ്ങാട് വില്ലേജിൽ 54.53, അതായത് 167.65 സ്ഥലം ശ്രീനിധൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ കറണ്ട് വാല്യൂ 3,93,00,000 രൂപ. അപ്പോൾ 2006 ഒറ്റ പൈസയുടെ ഒരു സെൻറ്റ് ഭൂമി പോലും ഇയാളുടെ കയ്യിലുണ്ടായിരുന്നില്ല.
ഇപ്പോൾ ഉള്ളത് 3,93,00,000 രൂപയുടെ സ്ഥലം. ഇനി നോൺ അഗ്രികൾച്ചർ ലാൻഡ് ശ്രീനിജനൊന്നും ഉണ്ടായിരുന്നില്ല, ഭാര്യയ്ക്ക് ഒരു 29 സെൻറ്റ് ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ എന്താ സ്ഥിതി എന്നറിയാമോ? ശ്രീനിജൻ്റെ കയ്യിലുള്ള നോൺ അഗ്രികൾച്ചർ ലാൻഡ് ഇടപ്പള്ളി താലൂക്കിലും തിരുവാങ്കുളം വില്ലേജിലുമായി 1,97,40,000 രൂപയുടെ നോൺ അഗ്രികൾച്ചർ ലാൻഡ് ഉണ്ട്. 1,97,40,000 രൂപയുടെ നോൺ അഗ്രികൾച്ചർ ലാൻഡ്. 2006 ഒരു ഇഞ്ച് ഭൂമി പോലും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ 2006 കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ എന്താണ്? എടപ്പള്ളി നോർത്ത് വില്ലേജിൽ 1600 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്, അതിൻ്റെ വില 64 ലക്ഷം രൂപ. 2006 ഒറ്റ പൈസയുടെ ഭൂമി ഒറ്റ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങേ ഉണ്ടായിരുന്നില്ല. ശ്രീനിജന് എടപ്പള്ളി നോർത്ത് വില്ലേജിൽ 1600 സ്ക്വയർ ഫീറ്റിൻ്റെ 64 ലക്ഷം രൂപയുടെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്. ഇനി കെ ബി സോണിയുടെ കയ്യിൽ എറണാകുളത്തെ എംപയർ ബിൽഡിങ്സിൽ മാത്രം ഉൾപ്പെടെ 53,44,000 രൂപയുടെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്. നാളെ ചോദിക്കണം, 1,17,00,000 രൂപയുടെ കൊമേഴ്ഷ്യൽ ബിൽഡിങ് ഇവരുടെ കയ്യിൽ, രണ്ടുപേരുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. 2006 ഇവരുടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനി റെസിഡൻഷ്യൽ ബിൽഡിങ്ങും 2006 ഇദ്ദേഹത്തിന് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ പി വി ശ്രീനിജൻ്റെ ഉള്ള എന്താണെന്നറിയാമോ? കാടുകുറ്റി വില്ലേജിൽ അന്നമനടയിൽ 2,500 സ്ക്വയർ ഫീറ്റ് വിലയുള്ള ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്. അതിൻ്റെ കറണ്ട് വിലയെന്ന് പറഞ്ഞാൽ 52 ലക്ഷം രൂപ. അപ്പം 2,500 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് കാടുകുറ്റി വില്ലേജിൽ, അതിൽ 54 ലക്ഷം രൂപ. ഇനി കീർത്തിനഗർ എടപ്പള്ളി സൗത്ത് വില്ലേജിൽ ഈ പി വി ശ്രീനിജനും ഭാര്യയ്ക്കും ആയിട്ട് 6,500 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു കെട്ടിടം, ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്. ഈ 6,500 സ്ക്വയർ ഫീറ്റ് വിലയുള്ള കെട്ടിടത്തിൽ അതിൻ്റെ കറണ്ട്, ശ്രീനിജൻ്റെ ഭാഗത്തിൻ്റെ കറണ്ട് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 2,11,00,000 രൂപ. 2,11,00,000 രൂപ, അതിൻ്റെ 50%, 2,11,00,000 രൂപ. ആ 6,500 സ്ക്വയർ ഫീറ്റിൽ ശ്രീനിജൻ്റെ ഭാര്യ സോണിക്ക് അവകാശപ്പെട്ടിരിക്കുന്നതായി കാണിക്കുന്ന സ്ഥലത്തിൻ്റെയും കെട്ടിടത്തിൻ്റെയും കൂടെ വില 3,35,00,000 രൂപ. അപ്പോൾ കീർത്തിനഗർ ഇടപ്പള്ളിയിൽ സൗത്ത് വില്ലേജിൽ കീർത്തിനഗറിലുള്ള 6,500 സ്ക്വയർ ഫീറ്റ് വീടിനും കെട്ടിടത്തിനും കൂടിയായി ഭാര്യയ്ക്കും ഭർത്താവിൻ്റെ കയ്യിലുമുള്ള സ്ഥലത്തിൻ്റെ വില ഏതാണ്ട് 5 കോടി രൂപ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കറണ്ട് മാർക്കറ്റ് വാല്യൂ, അദ്ദേഹത്തിൻ്റെ ഭൂമി വസ്തുവകകളുടെ എല്ലാം കൂടെ കറണ്ട് മാർക്കറ്റ് വാല്യൂ 8,71,00,000 രൂപ. 8,71,00,000 രൂപ. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, 2006 ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഒന്നും ഉണ്ടായിരുന്നിടത്ത് നിന്നുള്ള ശ്രീനിജൻ്റെ അഭൂതപൂർവമായിട്ടുള്ള വളർച്ചയുടെ കണക്കുകളാണ് ഞാൻ പറഞ്ഞത്. 8,81,00,000 രൂപയുടെ റെസിഡൻഷ്യൽ ബിൽഡിങ്, 1,17,00,000 രൂപയുടെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്, 3,93,00,000 രൂപയുടെ അഗ്രികൾച്ചർ ലാൻഡ്, 1,97,00,000 രൂപയുടെ നോൺ അഗ്രികൾച്ചർ ലാൻഡ്, പിന്നെ ഞാൻ പറഞ്ഞ പോലെ 1 കോടി രൂപയുടെ ബാങ്ക് അക്കൗണ്ടുകൾ. ഇനി ഏറ്റവും രസകരമായിട്ടുള്ള വേറൊരു കാര്യം കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അദ്ദേഹം പലരിൽ നിന്നും വായ്പ വാങ്ങിച്ചിട്ടുണ്ട്. അവർക്ക് കൊടുക്കാനുള്ളത് 3,81,00,000 രൂപയായിട്ടാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അത് തന്നെ വളരെ ദുരൂഹമാണ്. എന്താ കാരണം എന്നറിയാമോ? ഇത്രയും സ്വത്തുവകകളും ആസ്തികളുമുള്ള ആൾ എന്തിനാണ് കടം വാങ്ങിക്കുന്നത്? അപ്പോൾ അതെന്തോ കള്ളക്കളി നടത്താനാണെന്നുള്ള ഉറപ്പാണല്ലോ. അഭിലാഷ് ചന്ദ്രനിൽ നിന്ന് പി വി ശ്രീനിജൻ 2,76,00,000 രൂപ വാങ്ങിച്ചിട്ടുണ്ട് പോലും. അഭിലാഷ് ചന്ദ്രൻ എന്ന് പറഞ്ഞതിൽ നിന്ന് 10 കോടി രൂപയ്ക്ക് അടുത്തുള്ള ആസ്തി ബാധ്യതയും 1 കോടി രൂപ ബാങ്കിലൊക്കെ ഉള്ള ഒരു മനുഷ്യൻ 2,76,00,000 രൂപ അഭിലാഷ് ചന്ദ്രനിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നു. 45 ലക്ഷം രൂപ നവാസ് മീരാനിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നു. 60 ലക്ഷം രൂപ ആൻഡോ ജോസഫ് എന്ന സിനിമാ നിർമ്മാതാവിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നു. ഇതെല്ലാം കൂടെ ചേർന്ന് 3,81,00,000 രൂപ വായ്പയായി വാങ്ങിയിരിക്കുന്നു. ആര്? പി വി ശ്രീനിജൻ, ഈ കോടീശ്വരൻ വായ്പയായി വാങ്ങുക. അപ്പോൾ അതും കള്ളക്കണക്ക് എഴുതാൻ വേണ്ടിയിട്ടാണെന്നുള്ള ഉറപ്പാണല്ലോ. സുഹൃത്തുക്കളെ, ഞാൻ ഈ അവതരിപ്പിച്ചിട്ടുള്ള ഈ കണക്ക്, ഇതിനകത്ത് ഒരു ആംബിഗ്യൂറ്റിയുമില്ല. ഇത് നോട്ടറി ഒപ്പിട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് 2021 പി വി ശ്രീനിജൻ എന്ന് പറയുന്ന ഈ വ്യക്തി കൊടുത്തിട്ടുള്ള വരവ് ചെലവ് കണക്കുകളാണ്.
അദ്ദേഹം ഇപ്പോൾ CPM-ൻ്റെ MLA ആണ്. അദ്ദേഹം വലിയ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടക്കാരനാണ്. അദ്ദേഹമാണ് ഷാജൻ നസ്രിയക്കെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന PV ശ്രീനിജൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അഭൂതപൂർവമായിട്ടുള്ള അയാളുടെ സ്വത്തിൽ ഉണ്ടായിരിക്കുന്ന കണ്ണഞ്ചിക്കുന്ന വളർച്ചയുടെ ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. ഇനി എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ് PV ശ്രീനിജൻ എന്നുള്ളതാണ്. PV ശ്രീനിജൻ ഇപ്പോൾ കുന്നത്തുനാട് MLA ആണ് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അതിലുപരി ആരാണ് PV ശ്രീനിജൻ എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി അറിയാം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ പിന്നെ വീണ്ടും നിയമ നടപടികൾ ഞാൻ നേരിടേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ആരാണ് PV ശ്രീനിജൻ എന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയാം. PV ശ്രീനിജൻ്റെ കയ്യിൽ 2006 ഒരു ചുക്കും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം. ആകെ ഒരു ബാങ്ക് അക്കൗണ്ടാണ് ഉണ്ടായിരുന്നത് 20,000 രൂപയുടെ. അയാൾക്കും ഭാര്യയ്ക്കും കൂടി 23 പവൻ സ്വർണ്ണമാണ് ഉണ്ടായിരുന്നത്. കൊമേഴ്സ്യൽ ബിൽഡിംഗ് ഉണ്ടായിരുന്നില്ല, റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഉണ്ടായിരുന്നില്ല, അഗ്രികൾച്ചർ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. 2021 ആയപ്പോൾ അയാൾക്കുണ്ടായിട്ടുള്ള സ്വത്തിൻ്റെ വർധന സ്വർണ്ണത്തിൻ്റെ കണക്ക് തന്നെ എടുത്താൽ 23 പവൻ്റെ സ്വർണ്ണമാണ് ഉണ്ടായിരുന്നതെങ്കിൽ അയാളുടെയിലും ഭാര്യയുടെയിലും മക്കളുടെയിലും ഇപ്പം 250 പവൻ്റെ സ്വർണ്ണമുണ്ട് സുഹൃത്തുക്കളെ. കാൽ പൈസയുടെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങും കൊമേഴ്സ്യൽ ബിൽഡിങ്ങും ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ കോടികളുടെ പിന്നെ കൊമേഴ്സ്യൽ ബിൽഡിങ്ങും റെസിഡൻഷ്യൽ ബിൽഡിങ്ങും ഉണ്ട്. ടാക്സ് ഇനത്തിൽ തന്നെ 15 ലക്ഷം രൂപ ടാക്സ് ഇനത്തിൽ കൊടുത്തിരിക്കുന്നു. 2006 ഒരു വാഹനവും ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ റേഞ്ച് റോവറും ഉണ്ട്, ഇപ്പോൾ ഇന്നോവയും ഉണ്ട്. ബാങ്കിൽ മാത്രം ആരുടെ അക്കൗണ്ടിലായിട്ട് ഏതാണ്ട് 1 കോടിയിൽ പരം രൂപയുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ കഴിഞ്ഞു ശ്രീനിജന് എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം. ഈ 2003-നും 2006-നും 2021-നും ഇടയ്ക്ക് 15 വർഷങ്ങൾക്കുള്ളിൽ എങ്ങനെയാണ് ശ്രീനിജന് ഇത്രയും കോടികൾ സമ്പാദിക്കാൻ കഴിഞ്ഞത്? ഈ കോടികൾ സമ്പാദിച്ചതിൻ്റെ സ്രോതസ്, അതിൻ്റെ സോഴ്സ് എന്താണ്? ആകെയുള്ള സോഴ്സ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2016 മുതലായിരിക്കാം. ഭാര്യ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് സർക്കാരിൻ്റെ. അതിൽ നിന്നുള്ള വരുമാനം നമുക്ക് അറിയാം. അപ്പോൾ കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ ശ്രീനിജൻ എങ്ങനെയാണ് ഇത്രയും ശതകോടികൾ സമ്പാദിച്ചത് എന്നുള്ളതിനുള്ള മറുപടി ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ ഇനിയും ചോദിച്ചു കൊണ്ടേയിരിക്കും. പല വേദികളുണ്ട് ഇതിൽ ചോദിക്കാൻ. ആ വേദികളിലെല്ലാം ഞാൻ ചോദിച്ചു കൊണ്ടിരിക്കും. ഇത് അനധികൃതമാണ് എന്നുള്ള പ്രിസംഷൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഇതിൽ അനധികൃതമാണെന്നുള്ള പ്രിസംഷൻ കൺവിക്ഷൻ്റെ അടിസ്ഥാനത്തിൽ, ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇത് അനധികൃതമാണെന്നും ഇതിൻ്റെ സ്രോതസ്സുകൾ ഏതാണെന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബന്ധപ്പെട്ട ഏജൻസികളുടെ മുമ്പിലേക്ക് ഞാൻ പോകും. ഒരു കാര്യം മാത്രം എടുക്കുക. 6500 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്. ആ വീടിനും സ്ഥലത്തിനും കൂടെ മാത്രം 5 കോടി രൂപ. ബാക്കിയുള്ള കണക്കുകളൊന്നും ഞാൻ ഓരോന്നോരോന്നെടുത്ത് പറയുന്നില്ല. 23 പവൻ്റെ സ്വർണ്ണത്തിന് വരെ ഇപ്പോൾ 250 പവൻ്റെ സ്വർണ്ണം. എങ്ങനെയാണ് ശ്രീനിജൻ ഇതൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞത്? ശ്രീനിജൻ കേസ് വാദിച്ചാണോ ഇതൊക്കെ ഉണ്ടാക്കിയത്? ആണെങ്കിൽ അത് സംബന്ധിച്ച് കൃത്യമായിട്ട് പറയണം. ഇതിൻ്റെ സ്രോതസ് ഏതാണെന്ന് ശ്രീനിജൻ തന്നെ വ്യക്തമാക്കേണ്ടി വരും. അതിൽ ചില തട്ടിപ്പുകളൊക്കെ നടക്കാനായിട്ട് താൻ പലരിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ടെന്നും തനിക്കത് തിരിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് കള്ളക്കണക്കൊക്കെ ശ്രീനിജൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കള്ളക്കണക്കൊന്നും നിൽക്കില്ല. അതിൽ ആൻഡ്രോ ജോസഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള 60 ലക്ഷം രൂപയുടെ കള്ളക്കണക്കിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ പുറത്ത് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ശ്രീനിജൻ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയതെന്നുള്ളത് സംബന്ധിച്ചൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷേ എനിക്ക് ഇനിയും ഒരു കേസിലേക്കൊന്നും പോകാൻ വയ്യ. കാരണം അത് കേസ് നടത്താനുള്ള സാമ്പത്തികമൊന്നും എൻ്റെ കയ്യിലില്ല എന്നുള്ളത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് കേസിലേക്കൊന്നും ഞാനിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇത് അനധികൃതമാണ് എന്നുള്ളത് വളരെ കൃത്യമാണ്. യാതൊരു തർക്കവുമില്ല. ഞാൻ പറഞ്ഞിട്ടുള്ള കണക്കുകൾ മുഴുവൻ ഔദ്യോഗികമായി പൊതുമണ്ഡലത്തിലുള്ള കണക്കുകളാണ്. ശ്രീനിജൻ ഈ കണക്കുകൾ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള മറുപടി പറയേണ്ടി വരും. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു പണിയുമില്ലാത്ത ഒരു കേസില്ലാ വക്കീലാണ് ഈ PV ശ്രീനിജൻ. അയാളാണ് 15 വർഷം കൊണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ ശതകോടികളിലേക്ക് അയാളുടെ സ്വത്തിൻ്റെ അളവ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള സ്രോതസ്സുകളൊക്കെ PV ശ്രീനിജൻ പൊതുമണ്ഡലത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കേണ്ടി വരും. അതല്ലെന്നുണ്ടെങ്കിൽ ഈ CPM MLA യുടെ ഈ സ്വത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ പുറത്ത്